ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 53 ആണ്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ IT ലെവലുള്ള ഇലക്ട്രീഷ്യൻ എക്സാംസ്, അതുപോലെ തന്നെ ഡിപ്ലോമ ലെവലിലുള്ള എക്സാംസ്, എല്ലാ എക്സാംസും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ ഉടനെ വരാനിരിക്കുകയാണ്. നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 2 ഇലക്ട്രിക്കലിൻ്റെ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ്റെയും പുതിയൊരു എക്സാംസ് നോട്ടിഫിക്കേഷൻ ഉടനെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പർ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ ഒരു പുതിയൊരു ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 52 വരെ കാണാത്തവർ കാണാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതൊക്കെ പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ അൺഅക്കാഡമി ലൈവായിട്ട് നമുക്ക് 2 hours or 3 hours ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് ലൈവായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തിയറി എല്ലാം പഠിച്ച് നിങ്ങൾക്ക് എക്സാം പോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മൾ ടോപ്പിക് വൈസ് MCQൻ്റെ സെക്ഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നാളത്തെ ക്ലാസ് വന്നിട്ട് നമുക്ക് ഇലക്ട്രിക് വെൽഡിങ്, ഇലക്ട്രിക് ഹീറ്റിൽ അതിൻ്റെ ടോപ്പിക് വൈസ് MCQ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് ലിങ്ക് നമുക്ക് 3 ക്ലാസ് ഉണ്ട്. 10:30 ഉണ്ട്, അതുപോലെ തന്നെ 3 മണിക്കും ഉണ്ട്, അതുപോലെ 8 മണിക്കും ഉണ്ട്. അപ്പോൾ ഈ 3 ക്ലാസ്സിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ഡയറക്റ്റ് ജോയിൻ ആവാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസും കൂടെ നോക്കാം. ന്യൂ ബാച്ച് കോഴ്സ് 75 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LGS മെയിൻ എക്സാം 10th ലെവൽ 15th ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജയ്താവാണ്. ഓക്കെ, അതുപോലെ തന്നെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ 60 ഡേയുടെ കോഴ്സ് ഫോർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഒരു ഡിഗ്രി ലെവൽ എക്സാം ദൗത്യത്തിൽ അത് 14th ജൂലൈ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് റണ്ണിംഗ് ആണ്. 7th ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും 8th ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ച് എല്ലാം റണ്ണിംഗ് ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ടെസ്റ്റ് സീരീസ് ജൂലൈ 4, 11 അത് കഴിഞ്ഞ് ഇനി അടുത്ത് ജൂലൈ 18 25 2 ദിവസമുണ്ട്. നമുക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഡിഗ്രി ലെവൽ ആണെങ്കിൽ 2 PM, അതുപോലെ LDC ആണെങ്കിൽ 8 PM ആണ്. ഇതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള 1 year സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 2nd to 5th ആണെങ്കിൽ 75% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതുപോലെ 6th to 10th ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് റാങ്ക് വരികയാണെങ്കിൽ 50% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് ജോയിൻ ആവാം. അതുപോലെ തന്നെ പ്ലസ് ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലീൻ സെഷൻ ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. അപ്പോൾ ഓരോ മന്ത്ലി ഫീസ് തന്നിട്ടുണ്ട്. ഓരോ മാസത്തെ ഫീസും 1 month, 2 month, 3 months ഓരോ മാസത്തെ ഫീസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. എൻ്റെ റെഫറൽ കോഡ് സിനു ആൻസി. നിങ്ങൾക്ക് ഏത് കോഴ്സിൽ ജോയിൻ ആവണമെങ്കിലും നിങ്ങൾക്ക് 10% ഓഫ് ഉണ്ട്. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ദിസ് ഇസ് അവർ അൺഅക്കാഡമി. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നടത്തിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ ലൈവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, മാക്സിമം എല്ലാവരും ലൈവ് വരാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓംസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സെമി കണ്ടക്ടേഴ്സ്, DC സർക്യൂട്ട്സ്, സ്മോൾ റെസിസ്റ്റേഴ്സ്, ഹൈ സർക്യൂട്ട്സ്, ഹൈ കറണ്ട്. ഓംസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 joule വർക്ക് ഈസ് ഡൺ ഇൻ ടേക്കിംഗ് എ ചാർജ് ഓഫ് 20 coulomb ഫ്രം one point to other at a distance of 0.2 meter. The potential difference between the point is. ഓക്കെ, 2 joule വർക്ക് ഉണ്ട്. 2 joule വർക്ക്, അതായത് വർക്ക് തന്നിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട്. നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഡൺ ബൈ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് മോഡ്, അല്ലെങ്കിൽ B = W/Q എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ D ആണ് വരുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ദി റെസിസ്റ്റൻസ് ഓഫ് 100 watt 40 watt ബൾബ് ഓഫ് ദി സെയിം റേറ്റഡ് വോൾട്ടേജ് ഈസ്. ഓക്കെ, റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് 2 കേസ് എടുക്കാം. കേസ് 1ഉം കേസ് 2 എടുക്കാം. കേസ് 1ൽ വോൾട്ടേജ് V, 2 കേസിലും വോൾട്ടേജ് സെയിം ആണ്. ഓക്കെ, രണ്ടാമത്തെ കേസിലാണെങ്കിൽ പവർ P1 എന്ന് പറയുന്നത് 100 watt ആണ് ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ കേസിൽ പവർ P2 എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 40 watt ആണ്. ഓക്കെ, നമ്മൾ റെസിസ്റ്റൻസ് R = V²/P, ആ ഫോർമുല അറിയാം. V² P1. ഇവിടെ എഴുതാം R2 = V²/P2. V1 സെയിം ആണ്. അപ്പോൾ V1 വീണ്ടും ക്യാൻസൽ ആയി പോവും. പിന്നെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R1/R2 എന്ന് പറയുന്നത് R1/R2 = P2/P1 എന്ന് കിട്ടും അല്ലേ? R1/R2 = P2/P1. P2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40/100, ദാറ്റ് ഈസ് 2/5 എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ A ആണ് വരുന്നത്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈ മെറ്റൽ പ്ലേറ്റ് ഓഫ് തിക്നെസ് ഹാഫ് ദി പ്ലേറ്റ് സെപ്പറേഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ plates of parallel plate capacitor, the capacitance is. Okay, metal plate of thickness of half the plate തന്നിട്ടുണ്ട്. thickness half the plate separation is introduced between the plate of parallel plate capacitor. നമ്മുടെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനീഷ്യൽ കപ്പാസിറ്റൻസ് നമുക്കറിയാൻ പഠിച്ചിട്ടുണ്ട്. C = ε/A/D ആണ്. നമ്മൾ ആഫ്റ്റർ ഒരു മെറ്റൽ പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും? ആ 2 കപ്പാസിറ്റർ പ്ലേറ്റും സീരീസായി മാറും. കപ്പാസിറ്റൻസും സീരീസായി മാറും. ദാറ്റ് ഈസ് നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. സീരീസ് ആയിട്ട് 1/C എഫക്റ്റീവ് = 1/C1 + 1/C2
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈംസ് എപ്സിലോൺ 0 A epsilon 0 by D എന്ന് കിട്ടും. ദാറ്റ് ഇസ് 2 ടൈംസ് ഗെറ്റ് ഡബിൾഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഗെറ്റ്സ് ഡബിൾഡ് ആണ് വരുന്നത്. ഓക്കെ, 2 ടൈംസ് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസിപ്പേഷൻ ഫാക്ടർ ഓഫ് ഗുഡ് ഡയലക്ട്രിക് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ്. ഡിസിപ്പേഷൻ ഫാക്ടർ ഓഫ് ഒരു ഗുഡ് ഡയലക്ട്രിക് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് ഓപ്ഷൻ എ ആണ് 0.0002 ആണ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് -4. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് -4 ഏതാണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിലാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആവുന്നത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഈ 3 phase ഡെൽറ്റ കണക്റ്റഡ് സിമെട്രിക്കൽ ലോഡ് കൺസ്യൂം P വാട്ട് ഓഫ് പവർ ഫ്രം എ ബാലൻസ്ഡ് സപ്ലൈ. ദ സെയിം ലോഡ് ഈസ് കണക്റ്റഡ് ഇൻ സ്റ്റാർ ടു ദ സെയിം സപ്ലൈ, ദെൻ വാട്ട് ഈസ് ദ പവർ കൺസംഷൻ? ഓക്കെ, നമ്മൾ സെയിം ലോഡ് സ്റ്റാറിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പവർ എന്ത് ചെയ്യും? പവർ 3 ടൈംസ് കുറയാണ് അല്ലേ? നമ്മൾ സ്റ്റാറിലോട്ട് വരുമ്പോൾ 3 ടൈംസ് കുറയാണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ എ, P/3 ആയി മാറും. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ദ കോർ ഓഫ് ആൻ അയൺ കോർ കോയിൽ ഈസ് റീപ്ലേസ്ഡ് ബൈ എയർ. ദ ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ വിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ റിമെയിൻ സെയിം ആണോ നൺ ഓഫ് ദി എബോ ആണോ? ദ കോർ ഓഫ് ആൻ അയൺ കോർ കോയിൽ നമ്മൾ എയർ ആയിട്ട് റീപ്ലേസ് ചെയ്തു. അങ്ങനെയാണ് ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ഡിക്രീസ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഡിക്രീസ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ആർ 80 വോൾട്ട് 40 വോൾട്ട് 100 വോൾട്ട് റെസ്പെക്റ്റീവ്ലി ഇൻ ആൻ LCR സർക്യൂട്ട്. ദ പവർ ഫാക്ടർ ഓഫ് ദി സർക്യൂട്ട് ആണ് കണ്ടുപിടിക്കുന്നത്. LCR ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് 80 വോൾട്ട് 40 വോൾട്ട് 100 വോൾട്ട്. ഓക്കെ, കറസ്പോണ്ടിങ് റെസിസ്റ്റൻസിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. LCR ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല ആണ് പഠിച്ചിട്ടുണ്ട്, പവർ ഫാക്ടർ ഈക്വൽ ടു, കാണാനുള്ള ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് VR ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ. ഓക്കെ, VR എത്രയാണ്? ഇറ്റ് ഈസ് 80, VL എന്ന് പറയുന്നത് 40, അടുത്തെന്താണ് VC എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻസർ വന്നിട്ട് ഇറ്റ് ഈസ് ഓപ്ഷൻ D 0.8 കിട്ടും. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, പവർ ഫാക്ടർ ഓഫ് എ ഹാഫ് റെക്ടിഫൈഡ് സൈൻ വേവ് ഈസ്. പവർ ഫാക്ടർ ഓഫ് എ ഹാഫ് റെക്ടിഫൈഡ് സൈൻ വേവ് ഈസ്. ഇറ്റ് ഈസ് ഓപ്ഷൻ B 1.57. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ പവർ മെഷർമെൻറ്റ് ഇൻ ആൻ അൺബാലൻസ്ഡ് 3 phase സർക്യൂട്ട് കനോട്ട് ബി ഡൺ ബൈ. ദ പവർ മെഷർമെൻറ്റ് ഇൻ ആൻ അൺബാലൻസ്ഡ് 3 phase സർക്യൂട്ട് കനോട്ട് ബി ഡൺ ബൈ ഏത് മെത്തേഡാണ്? സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഇൻസ്ട്രുമെൻറ്റ് കേപ്പബിൾ ഓഫ് മെഷറിംഗ് ഓൺലി DC ക്വാണ്ടിറ്റീസ് മാത്രം മെഷർ ചെയ്യാൻ നമ്മൾ ഏതാണ്? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഇറ്റ് ഇസ് മൂവിംഗ് കോയിൽ. കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ്, ഇത് നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് ഓപ്ഷൻ C, ലോ റെസിസ്റ്റൻസ്. The material used for making standard resistance is option A, manganese. Creeping in energy meter can be eliminated by, എങ്ങനെ eliminate ചെയ്യാം? By drilling diametrically opposite holes in the disc. The value of load factor ന്റെ value എന്ന് പറയുന്നത് less than 1. Transposition of overhead transmission line is done to, എന്തിനാണ് transposition of overhead transmission line ചെയ്യുന്നത്? എന്ത് മേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് റെഡ്യൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ടു മേക്ക് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ഈച്ച് ലൈൻ സെയിം. ഓരോ ലൈനിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആക്കാൻ വേണ്ടിയാണ് ട്രാൻസ്പോസിഷൻ ഓഫ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈന് ചെയ്യുന്നത്. ഫെറാനിറ്റി എഫക്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ, ഫെറാനിറ്റി എഫക്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ബൈ ആഡിങ് റിയാക്ടേഴ്സ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പവർ പ്ലാന്റ് ഈസ് നോട്ട് സ്യൂട്ടഡ് ടു സപ്ലൈ പീക്ക് ലോഡ്സ്? ഏത് പവർ പ്ലാന്റ് ആണ് നോട്ട് സ്യൂട്ടഡ് ടു സപ്ലൈ പീക്ക് ലോഡ്സ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ഈ കണ്ടക്ടർ വിച്ച് കണക്ട്സ് ദി സബ്സ്റ്റേഷൻ ടു ദ ഏരിയ വെയർ പവർ ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈസ് വാട്ട്? സർവീസ് മെയിൻ, ഡിസ്ട്രിബ്യൂട്ടഡ്, ഫീഡർ, നൺ ഓഫ് ദി എബോ. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഫീഡർ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി ന്യൂട്രൽ കണ്ടക്ടർ എന്ന് പറയുന്നത് ഈസ് ഡാഷ് ഇസ് ദാറ്റ് ഓഫ് എനി ലൈൻ കണ്ടക്ടർ. ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി ന്യൂട്രൽ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ഹാഫ് ദാറ്റ് ഓഫ് എനി ലൈൻ കണ്ടക്ടർ ആണ്. ദ ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ലോഡ് ഫ്ലോ അനാലിസിസിൻ്റെ ആക്യുറേറ്റ് മെത്തേഡ് ഏതാണ്? ഇറ്റ് ഈസ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡാണ്. The power system is stable if the synchronizing power coefficient is. പവർ സിസ്റ്റം എപ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്? ഇഫ് സിങ്കർനൈസിങ് പവർ കോയിഫിഷ്യൻ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അതോ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, പോസിറ്റീവ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ സർജ് ഇംപെഡൻസ് ഓഫ് 60 കിലോമീറ്റർ കേബിൾസ് ഈസ് 40 ohm ഫോർ എ 30 കിലോമീറ്റർ ലൈൻ ഇറ്റ് വിൽ ബി. എന്തായിരിക്കും? സർജ് ഇംപെഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സർജ് ഇംപെഡൻസ് എന്ന് പറയുമ്പോൾ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ലെങ്ത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, 40 ohm തന്നെ കിട്ടും. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് H ഓഫ് എ ടർബോ ജനറേറ്റർ ഓഫ് 200 MVA ഈസ് 6. ദ വാല്യൂ ഓഫ് H കറസ്പോണ്ടിങ് ടു ദ ബേസ് ഓഫ് 300 MVA വിൽ ബി. ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് H കാണാനൊരു ഫോർമുല ഉണ്ട്. ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ റോട്ടർ ഡിവൈഡഡ് ബൈ റേറ്റിംഗ് ഓഫ് മെഷീൻസ് ആണ്. ഓക്കെ,
Inertia constant H is equal to kinetic energy stored in rotor divided by rating of machines ആണ്. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇനേർഷ്യ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റിംഗ്, അതായത് നമ്മുടെ MVA റേറ്റിംഗ് ഓഫ് മെഷീൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് നമുക്ക് എഴുതാം H1/H2 ഈക്വൽ ടു S1/S2. ഓക്കെ, നമുക്കിതിൽ എന്താ കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് H2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഈസ് H2 ഈക്വൽ ടു S1/S2 ഇൻറ്റു H1. S1 അറിയാം 200, S2 അറിയാം 300, H അറിയാം എത്ര 6. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ A 4 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവ് സെക്ഷനിൽ വരാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.